കണ്ണുകൾ തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. കർത്താവിൻ്റെ വലിയ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലൊക്കെ വർഷിക്കപ്പെടുന്ന സമയമാണ്. സമാധാനത്തിൻ്റെ രാജാവ്, സൗഖ്യം തരാൻ കഴിവുള്ള കർത്താവ് ഈ അൾത്താരയിലുണ്ട്. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണുമ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം വരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതും ആലോചിച്ചു കൊണ്ടിരുന്നതും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നതും നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം തകർത്ത് കളഞ്ഞതും നിങ്ങളെ വല്ലാതെ ഞെരുക്കിയതൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്നും കണ്ണു പറിച്ച് കർത്താവിങ്കിലേക്കൊന്ന് നോക്കാം. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നോക്കാം. അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി എന്നല്ലേ സങ്കീർത്തകൻ പറഞ്ഞത്. തമ്പുരാനെ, നിന്റെ പ്രകാശം, പ്രത്യാശയുടെ, സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു വെളിച്ചം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ഉണർന്ന് ചിന്തിക്കാൻ, ദൈവികമായി ചിന്തിക്കാൻ, ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ കർത്താവിന് വെളിച്ചം തരണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സങ്കടങ്ങളിലും വേദനകളിലും ഞങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളിലും ഒന്നും തകർന്നു പോകാതെ, തളർന്നു പോകാതെ പ്രത്യാശയോടെ ജീവിതത്തെ കാണാൻ ഒരു വെളിച്ചം തരണമെന്ന് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ വചനങ്ങളിൽ ദൈവം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്നാണ്. കർത്താവേ, ഞങ്ങൾക്ക് ഈ വെളിച്ചം തരണമേ. യോഹന്നാന്റെ ലേഖനത്തിൽ ഈശോ പറയുന്നില്ലേ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നില്ലേ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നിൽ സഞ്ചരിക്കുന്നവന്, നടക്കുന്നവന് അന്ധകാരമില്ല. ലോകത്തിന്റെ പ്രകാശമായ കർത്താവ്, സമാധാനത്തിൻ്റെ രാജാവ് അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ ദൈവമേ, ഹൃദയം തുറന്ന് നിന്നെ ഒന്ന് ആരാധിക്കാൻ, മനസ്സ് തുറന്ന് ഒന്ന് നിന്നെ ദൈവത്തെ സ്തുതിക്കാൻ, നിന്നെ ആരാധിക്കാൻ ദൈവമേ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് കുടുംബത്തിലും ജീവിതത്തിലൊക്കെ സമാധാനമില്ലാത്ത ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ, ഒരു സ്വസ്ഥതയോ സമാധാനമില്ല, അങ്ങനെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥകളെ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്തു പ്രാർത്ഥിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങൾ. യെശയ്യാ 26-ന്റെ 3 മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. വചനം പറയാണ്, അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. അതായത് അതിൻ്റെ പൂർണ്ണതയിൽ, സമാധാനത്തിൻ്റെ പൂർണ്ണതയിൽ സംരക്ഷിക്കുന്നു. ആരെ? കർത്താവിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ. നമ്മുടെയൊക്കെ ഹൃദയം ഉറപ്പിക്കപ്പെട്ട് കിടക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെ മീതെ ആയതുകൊണ്ടും ഒരുപക്ഷെ നമ്മളെ ഈ ദിവസങ്ങളിലും നാളുകളിലൊക്കെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന ജീവിത വിഷയങ്ങളുടെ മീതയായതുകൊണ്ടും ഒരുപക്ഷെ ഹൃദയത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയും സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. നമ്മുടെ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞത്, നിന്റെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്ക്. സമാധാനത്തിൻ്റെ രാജാവായ കർത്താവിൽ നിന്റെ ഹൃദയം ഉറപ്പിക്കുക. പറയണം, അവിടെ നിന്ന് നിന്നെ സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. ഇത് കൂട്ടിച്ചേർക്കുകയാണ്, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്.
അത് നിനക്ക് എപ്പോഴും താങ്ങാൻ പറ്റുന്ന ശിലയാണെന്ന് കർത്താവ്, നിനക്ക് എപ്പോഴും അഭയം ലഭിക്കുന്ന ശിലയാണ് കർത്താവ് എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഏതാനും നിമിഷത്തേക്കോ ഏതാനും മണിക്കൂർ നേരത്തേക്കുള്ള സഹായമല്ല, മറിച്ച് നിന്റെ ജീവിതത്തിന്റെ എല്ലാ വേളകളിലും, എല്ലാ അനുഭവങ്ങളിലും, എല്ലാ ജീവിതത്തിന്റെ സംഘർഷങ്ങളിലും സങ്കടങ്ങളിലൊക്കെ നിന്നെ സഹായിക്കാൻ കഴിവുള്ള സഹായശിലയാണ് കർത്താവ് എന്നാണ് പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒത്തിരി മക്കള് പലയിടങ്ങളിലിരുന്ന് കുടുംബമായൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. കുടുംബത്തിൽ സമാധാനമില്ലാത്തവരുണ്ട്, സ്വസ്ഥതയില്ലാത്തവര്, എപ്പോഴും കലഹവും ഭിന്നതയും അസ്വസ്ഥതയും അസമാധാനമൊക്കെ ആയി കടന്നു പോകുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്, ഒത്തിരി ദാമ്പത്യങ്ങളുണ്ട്, ഒത്തിരി ബന്ധങ്ങളുണ്ട്. കർത്താവേ, കുടുംബങ്ങളിലേക്ക് നീ വാഗ്ദാനം ചെയ്ത സമാധാനം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഹൃദയം കർത്താവിൽ ഉറപ്പിക്കാൻ, നിന്നിൽ ഉറപ്പിക്കാൻ തക്ക വിധത്തിൽ കർത്താവെ, എവിടെയാണോ ഇവരുടെ ഹൃദയം ഉറപ്പിക്കപ്പെട്ട് കിടക്കുന്നത് അവിടെ നിന്ന് കർത്താവിൽ ഹൃദയം ഉറപ്പിക്കാൻ തക്ക വിധത്തിൽ ഇവരെ നീ അനുഗ്രഹിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ നൽകേണ്ട ആവശ്യമുള്ള മക്കളാണെങ്കിൽ വിടുതൽ നൽകി ഇവരെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് മുറിഞ്ഞും വേദനിച്ചും സ്വസ്ഥത നഷ്ടപ്പെട്ടും കഴിയുന്ന മക്കളുണ്ടെങ്കിൽ സൗഖ്യം നൽകി കർത്താവേ, നിന്റെ സ്നേഹത്തിൽ ഇവരെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് അങ്ങ് നിത്യമായ സഹായശിലയാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ. കർത്താവേ, ആശ്രയിക്കാൻ ആരൂരുമില്ലാത്ത മക്കളുണ്ട്, എങ്ങൊന്നും സഹായം കിട്ടാതെ വേദനിക്കുന്ന മക്കളുണ്ട്, പലയിടങ്ങളിൽ കൈനീട്ടിയിട്ടും പല വാതിലുകൾ നിരന്തരം കൊട്ടിയിട്ടും തുറക്കപ്പെടാത്തതിൻ്റെ ഭാരം പേറുന്നവരുണ്ട്. ഈശോയെ, ഇതാ നിന്നിൽ ആശ്രയിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ, നിന്നിൽ വിശ്വാസമർപ്പിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ നിലനിൽക്കുന്ന സമാധാനം ഞങ്ങൾക്ക് തരുന്നവനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചേറ്റെടുക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ 2 ദിവസങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു തരാൻ കഴിവുള്ള കർത്താവ് അൾത്താരയിലുണ്ട്. സമാധാനം നഷ്ടപ്പെട്ടു പോയോ, സ്വസ്ഥത നഷ്ടപ്പെട്ടോ, മനസ്സിൻ്റെ ശാന്തിയും സന്തോഷമൊക്കെ കെട്ടടഞ്ഞു പോയോ, ഈശോയ്ക്ക് തിരിച്ചു തരാൻ പറ്റും. നിന്റെ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് പ്രാർത്ഥിക്കേ. കർത്താവേ, ഹിതാ നിന്റെ സ്നേഹത്തിൽ ഹൃദയം ഉറപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കള്, ഇവിടെ ഹൃദയത്തിൻ്റെ വേദനയും വ്യഥയൊക്കെ അറിയുന്ന തമ്പുരാനെ, ഇവിടെ കണ്ണുനീരും സങ്കടങ്ങളും നൊമ്പരങ്ങളൊക്കെ അറിയുന്ന ഈശോയെ, ഈ മക്കളോട് നീ ചേർന്ന് നിൽക്കണമേ, ഇവർക്ക് വേണ്ടത് നൽകണമേ. ഇവിടെ വേദനകളിൽ നീ ഇവരെ ആശ്വസിപ്പിക്കണമേ, ഇവിടെ സങ്കടങ്ങളിൽ നീ ഇവർക്ക് ആശ്രയമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഒറ്റപ്പെടലുകളിൽ ഈശോയെ കൂടെ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഏതാനും നിമിഷം ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, 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 മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നിന്റെ സ്നേഹത്തിന് സാന്നിധ്യത്തിനൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. കരങ്ങൾ കൂപ്പി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖമൊന്നു കാണുവാൻ നിമിത്തമായി എല്ലാ കണ്ണുനീരിലും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാക്കി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ
ചൂളയിൽ ചൂളയതിൽ പുന്നുപൂ പോൽ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യ ഈശോ നമ്മെ ആശീർവദിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. യേശു